എല്ലാവർക്കും നമസ്കാരം. അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ബിരുദം കംപ്ലീറ്റ് ചെയ്ത എല്ലാ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കേരള PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അഗ്രികൾച്ചർ ഓഫീസർ എന്ന പോസ്റ്റിന്റെ വിജ്ഞാപനം ഡിസംബർ 30 ഉണ്ടാകും. എന്നാണ് KPSCയുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു സാലറി സ്കെയിലും ജോബ് പ്രൊഫൈലും ഉള്ള ഒരു പോസ്റ്റാണ് ഈ അഗ്രികൾച്ചർ ഓഫീസർ. അപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 2020 അപ്പൊ അതിന്റെ അഡ്വൈസും ഡീറ്റെയിൽസും കാര്യങ്ങളും അതേപോലെ ഈ ഒരു എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കാം അതിന്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ സ്കെയിൽ ഓഫ് പേ വളരെ അത്യാവശ്യം നല്ല ഒരു സാലറി സ്കെയിലാണ് കൊടുക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി നമുക്ക് ഇതുവരെ ഡിസംബർ 30 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര വേക്കൻസി ഉണ്ടാകുമെന്ന് പറയാം. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 37 വയസ്സ് വരെ ഉള്ള കാൻഡിഡേറ്റ്സിന് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ BSc അഗ്രികൾച്ചർ ആയിരിക്കണം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിഗ്രിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഡിസംബർ 30 വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് ഏകദേശം ജനുവരി 29 നമുക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നതാണ്. പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് കൂടെ നമുക്കൊന്ന് നോക്കാം. 2020 അഡ്വൈസ് വന്നത്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഏകദേശം അപ്ലൈ ചെയ്ത കുട്ടികൾ എന്ന് പറയുന്നത് ഏകദേശം 4000 അടുപ്പിച്ച് 3872 കുട്ടികളാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തത്. അപ്പൊ നമുക്കറിയാം സാധാരണ ഒരു PSC എക്സാമിന് എത്ര കുട്ടികളാണ് അപ്ലൈ ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുറവാണ്. അതായത് 4000 കുട്ടികൾ മാത്രമാണ് പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് വരുമ്പോൾ ചിലപ്പോ കാണുന്നവർക്കൊരു ഒരു ആശങ്ക വരും. 25.67 ലാസ്റ്റ് കട്ട് ഓഫ് വന്നത്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷ എന്ന് പറയുന്നത് പൊതുവെ അഗ്രികൾച്ചർ ഓഫീസർ എക്സാം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ടഫ് എക്സാം ആയിരുന്നു. 25.67 എന്ന് പറയുമ്പോൾ ആ ഒരു ലെവൽ ഓഫ് എക്സാം നമുക്ക് എത്രമാത്രം ടഫ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ടോട്ടൽ അഡ്വൈസ് വന്നത് 432 അപ്പോൾ മെയിൻ ലിസ്റ്റിലേക്ക് വന്നത് ഏകദേശം 932 പേരാണ് മെയിൻ ലിസ്റ്റിലേക്ക് വന്നത്. അതിൽ നിന്ന് അഡ്വൈസ് 432 അഡ്വൈസ് ആണ് വന്നിട്ടുള്ളത്. 3 വർഷത്തേക്കായിരുന്നു ആ ഒരു ലിസ്റ്റ് നിലവിലുണ്ടായിരുന്നത്. ആ ലിസ്റ്റ് ക്ലോസ് ആവാറായപ്പോഴാണ് നമുക്ക് അടുത്ത അഡ്വൈസ് വരാറായത്. അപ്പോ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അത്ര കോമ്പറ്റീഷൻ ലെവൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സിലബസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അഗ്രികൾച്ചർ ബിരുദം കംപ്ലീറ്റ് ചെയ്ത കുട്ടികളെ നോക്കുകയാണെങ്കിൽ വളരെ ലക്കി ചാൻസ് ആണെന്ന് തന്നെ പറയാം. ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 എടുക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറുകാരെ സംബന്ധിച്ചൊരു ബമ്പർ ഇയർ ആയിരുന്നു. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാം അതേപോലെ മറ്റു 3 എക്സാമുകൾ ഇപ്പൊ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പൊ ഈ എക്സാമുകളെല്ലാം തന്നെ വരുന്നത് കൊണ്ട് കോമ്പറ്റീഷൻ ലെവൽ നമുക്ക് വീണ്ടും കുറഞ്ഞിരിക്കാന്ന് പറയാം. അത്രയും എക്സാംസിലോട്ട് എന്ത് ചെയ്യുക ആൾക്കാർ ഡിവൈഡ് ചെയ്തു പോകും. അപ്പൊ നമുക്കിതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഒരു എക്സാം നിങ്ങൾ നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് സിലബസ് കൃത്യമായിട്ട് നോക്കി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിലൊരു വേക്കൻസി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോ നിങ്ങൾ ഈ അഡ്വൈസ് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക കയറി അപ്ലൈ ചെയ്യുക. അത് നമുക്ക് ഇതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം നമുക്കറിയാം ഡിഗ്രിക്ക് നമ്മൾ പഠിക്കുന്ന ആ ഒരു സിലബസിന്റെ സ്ട്രക്ചറിൽ തന്നെയാണ് ഇതിന്റെ സിലബസ് പോകുന്നത്. ക്രോപ്പ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിൽ മൊഡ്യൂൾ 1 അഗ്രോണമി ആണ്. അപ്പൊ അവിടെ നമ്മൾ അഗ്രോണമിയുടെ നമ്മൾ ഡിഗ്രി പഠിക്കുന്ന ആ സെയിം ആ സിലബസ് തന്നെയാണ് നമുക്ക് ഇൻഡെപ്തിൽ പോകുന്നത്. സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി ആണ് മൊഡ്യൂൾ 2 ആൻഡ് മൊഡ്യൂൾ 3 പാർട്ട് 2 ക്രോപ്പ് പ്രൊട്ടക്ഷനകത്തിൽ അഗ്രികൾച്ചർ എൻഡമോളജി വരുന്നുണ്ട്. മൊഡ്യൂൾ 4 വരുമ്പോൾ പ്ലാന്റ് പാത്തോളജി ആണ്. മൊഡ്യൂൾ 5 പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജനറ്റിക്സ്. അപ്പൊ ഇതൊക്കെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പഠിച്ചവർക്ക് ഈ ഒരു സിലബസ് പാറ്റേൺ നല്ല പരിചയമായിരിക്കും. ആ സെയിം സിലബസ് ആണ്. പക്ഷെ നമ്മുടെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ അഗ്രികൾച്ചർ ഓഫീസർ വരുമ്പോൾ നല്ല രീതിയിൽ കൂടും. അപ്പോൾ നിങ്ങൾ ആ ലെവൽ അല്ല നോക്കണ്ട, നമ്മൾ സിലബസ് കവർ ചെയ്യുക. ഓരോ ഈസി, ഹാർഡ്, ഡിഫിക്കൽട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം നമുക്ക് എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാന്നുള്ളതൊരു അധികം ചാലഞ്ച് ആയിട്ടുള്ള കാര്യമല്ല. മൊഡ്യൂൾ 6
സീഡ് ആൻഡ് സീഡ് ടെക്നോളജി ആണ്. ഹോർട്ടിക്കൾച്ചർ ഉണ്ട്. അപ്പം ഈ ഹോർട്ടിക്കൾച്ചർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കും എന്താണ് ഈ ഒരു അവസരം. അപ്പൊ ഇതിൽ ഹോർട്ടിക്കൾച്ചർ എന്നൊരു മൊഡ്യൂൾ കൂടെ വരുന്നുണ്ട്. ആൻഡ് ഒലറികൾച്ചർ, അതായത് വെജിറ്റബിൾ കൾട്ടിവേഷൻ ആണ് ഒലറികൾച്ചറിൽ വരുന്നത്. അഗ്രികൾച്ചർ എക്കണോമിക്സ്, എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനെല്ലാം ഈ ഒരു പോർഷനിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൂടുതലും ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ ലാസ്റ്റ് എക്സാം നമ്മളിപ്പോ 25.67 കട്ട് ഓഫ് ആയിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു എക്സാമില് എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് വളരെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാനായിട്ട് സാധിച്ചത്. അതായത് നോർമലി നമ്മളൊരു തിയറട്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സ്ഥാനത്ത് ലാസ്റ്റ് എക്സാമിന് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്കാണ് ക്വസ്റ്റ്യൻ പോയിരുന്നത്. ചില ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ചില ഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്ത് ഗ്രാഫിക്കൽ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ KPSCയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കട്ട് ഓഫ് അത്ര ബിലോ ആകാനുള്ള അത്രയും ബിലോ ആവാനായിട്ട് കാരണമായത്. ലാസ്റ്റ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ. അപ്പൊ ഇത് നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോൾ എന്താ ആ ഒരു അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ എന്നൊരു സബ്ജക്ട് കൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടുന്നും നല്ല രീതിയിൽ തിയറി പോർഷൻസ് വരുന്നുണ്ട്. പല പ്രോഗ്രാംസും ഐക്കർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്ത പ്രോഗ്രാംസ് IADP, IAP, HYDP ഇങ്ങനെയുള്ള ധാരാളം പ്രോഗ്രാംസ്, മറ്റ് എക്സ്റ്റൻഷനിലെ മറ്റ് തിയറി കാര്യങ്ങൾ, ലീഡർഷിപ്പ്, റൂറൽ സോഷ്യോളജി, ഇങ്ങനെയൊക്കെയാണ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷനിൽ നിന്ന് വരുന്ന ടോപ്പിക്സ്. അപ്പോ നമുക്ക് TechPSC നമുക്ക് ഈ ഒരു അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് ഒരു കളക്റ്റീവായിട്ട്, അതായത് നല്ലൊരു മെന്റർ സപ്പോർട്ടും ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഫുൾ സിലബസ് ക്യാപ്സൂൾ നോട്ട്സും അതേപോലെ 5000 ടോപ്പിക് വൈസ് MCQ, അത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഇൻ കേരള ആണ് നമ്മുടെ ഈ ഒരു ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് കയറി കാണാം. ഇപ്പോൾ ഓൾറെഡി ജോലി ഉള്ളവരാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, അതായത് ആ ഒരു റെക്കോർഡഡ് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കയറി കാണാനായിട്ട് പറ്റും. അതിനോടനുബന്ധിച്ച് ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കയറി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെന്ററിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഒരു നോമിനൽ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ടാണ് നമുക്കിപ്പോ ഏകദേശം 4999 ആ ഒരു ഓഫർ പ്രൈസിനാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, TechPSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഉടൻ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ ഓഫീസറിന്റെ പോസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ധാരാളം ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ കാണും. ഇപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടുന്ന് തുടങ്ങണം, സിലബസ് എങ്ങനെ കവർ ചെയ്യണം, ഏത് സിലബസ് ആദ്യം പഠിക്കണം, ഇതിൽ ഏത് മോഡ്യൂൾ തുടങ്ങണം, ഏതാണ് ടഫ്, ഏതാണ് ഈസി, അപ്പൊ ഇങ്ങനെ ധാരാളം ഡൗട്ടുകൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണും അല്ലെ. അപ്പോൾ ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ഡൗട്ടുകളോ കാര്യങ്ങളോ വരും. അപ്പൊ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ വെബിനാർ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് December 14 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫ്രീ വെബിനാറിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഞങ്ങളുടെ ടെലിഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ജോയിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അവിടെ വെബിനാറിന് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ വെബിനാറിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും എന്തൊക്കെ രീതിയിലുള്ള ഡൗട്ടുകൾ ഉണ്ടോ, നിങ്ങൾക്ക് ഈ എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, സിലബസിന്റെ മുക്കും മൂലയും നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് ഫ്രീ വെബിനാറിന് രജിസ്റ്റർ ചെയ്യേണ്ടത് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതെന്താ, നിങ്ങൾക്ക് ഒരു ലക്കി ചാൻസ് ആണ്. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു നല്ലൊരു സാലറി സ്കെയിലും ജോബ് പ്രൊഫൈലും ഉള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.